യൂട്യൂബ് നോക്കി പ്രസവിക്കുന്നവരുടെ കാലമാണ് കേരളത്തിൽ. യൂട്യൂബ് നോക്കി അങ്ങ് തനിയെ പ്രസവിക്കുന്നു, പ്രസവിച്ചിട്ട് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു, അല്ലെങ്കിൽ അയൽപക്കത്തെ പറമ്പിലേക്ക് വലിച്ചെറിയുന്നു. ഇത് ഏത് കാലഘട്ടമാണ്, ഇരുണ്ട യുഗമാണോ എന്ന് തോന്നിപ്പോകും. മലപ്പുറത്ത് 1.5 വയസ്സുകാരൻ മരിച്ചത് മഞ്ഞപ്പിത്തം കൊണ്ടാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കപ്പെട്ടു. മലപ്പുറത്ത് ആ 1.5 വയസ്സുകാരൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി തന്നെ പാവം പോലീസ് ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം അവരുടെ ആ കുഞ്ഞിൻ്റെ അമ്മ ഹിറ, അതുപോലെ അച്ഛൻ നവാസ്, ഇവർ രണ്ടുപേരും എന്താണ്, ആധുനിക ചികിത്സാ രീതികളെ മുഴുവൻ തച്ചുടച്ച് കളയുന്ന ആളുകളാണ്. ആ ഹിറയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു, എന്തോ ദൈവം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഉടായ്പ് സാധനങ്ങൾ. അവരെയൊക്കെ ഈ പുറം ലോകം കാണിക്കാതെ ജയിലിനകത്ത് ഇടേണ്ട സമയം അതിക്രമിച്ചിരിക്കും. ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിച്ചകത്താക്കേണ്ടതാണ്. കാരണം ശാസ്ത്ര സത്യങ്ങളെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് അവർ പ്രസവിച്ചു എന്ന് യൂട്യൂബ് നോക്കി പ്രസവിച്ചു, യൂട്യൂബിൽ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ, നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കണ്ടേ എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നെ കമൻറ്റ് കൊണ്ടങ്ങനെ അവരെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ വേറെയുണ്ട്. അക്യുപഞ്ചർ ചികിത്സയായിരുന്നു ഹിറയും നവാസും ചെയ്തിരുന്നത്. അതിൽ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവം. ആ കുട്ടിയെ വീട്ടിലാണ് പ്രസവിച്ചത്. എന്നിട്ട് കുട്ടിയെ 1-ാം പിറന്നാളിന് മഴ നനയിക്കുന്നു. 1.5 വയസ്സാകുമ്പോൾ കുട്ടി മഞ്ഞപ്പിത്തം പിടിച്ച് മരിക്കുന്നു. എന്നിട്ട് കുഞ്ഞിനെ ഖബറടക്കിയിരുന്നു, മറവ് ചെയ്തിരുന്നു. ആ കുഞ്ഞിനെ പുറത്തെടുത്ത് നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പുറത്തെടുത്താണ് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ മഞ്ഞപ്പിത്തം. ഇനി അച്ഛനെ അമ്മയും ചോദ്യം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ചോദ്യം ചെയ്യലല്ല വേണ്ടത്, ഇവരെ കൃത്യമായി അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്നതാണ് പച്ചപരമാർത്ഥം. ഇത് ഒരു സംഭവം, ഹിറ നവാസ് ദമ്പതികളുടെ ഒരു സംഭവം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഇവിടെ പത്തനംതിട്ട കണ്ടില്ലേ, ബികോമിൽ പഠിക്കുന്ന പെൺകുട്ടി, 21 വയസ്സുള്ള പെൺകുട്ടി, അവർ കാമുകനിൽ നിന്ന് ഗർഭം ധരിക്കുന്നു. ഗർഭം ധരിച്ചിട്ട് വീട്ടുകാരും അറിയുന്നില്ല, അവർ ഗർഭിണിയാണെന്നുള്ള കാര്യം ആരും അറിയുന്നില്ല. അങ്ങനെ അവർ വീട്ടിൽ തന്നെ പ്രസവിക്കുന്നു, വീടിൻ്റെ ശുചിമുറിയിൽ. അതിനും അവർ പറയുന്ന മൊഴിയും ഇതാണ്, ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചു, യൂട്യൂബ് നോക്കി ഞാൻ പ്രസവം എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു, അതുകൊണ്ട് വീട്ടിലെ കറിക്കത്തീവ് എടുത്തുകൊണ്ട് ശുചിമുറിയിൽ പോയിട്ട് പ്രസവിച്ചു. പ്രസവം അടുക്കുന്നു എന്ന് തോന്നി പ്രസവിച്ചിട്ട് പൊക്കിൾ കൊടി തനിയെ മുറിച്ചു. കുഞ്ഞ് കരയാതിരിക്കാൻ വാ പൊത്തിപ്പിടിച്ചു. കുഞ്ഞ് പ്രസവിച്ചപ്പോൾ തന്നെ നിലത്ത് വീണ് തലയിടിച്ചു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെന്താണ് ചേമ്പിലയിൽ പൊതിഞ്ഞ് അപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. കുഞ്ഞിൻ്റെ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. യൂട്യൂബ് കണ്ട് പ്രസവിച്ചതാണ്. ഇത് ഏത് കാലമാണ്? ഒന്ന് കാമുകൻ കമിതാക്കൾ തമ്മിലുള്ള ഇല്ലീഗൽ റിലേഷനിൽ പറ്റിയതാണ് ഈ ഗർഭവും കുഞ്ഞുമൊക്കെ. എന്നാൽ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ വീട്ടിൽ അറിയിച്ചിരുന്നുവെങ്കിൽ വീട്ടുകാരെന്തെങ്കിലും ചെയ്തേനെ. അല്ലെങ്കിൽ ഇത് മറച്ചു വെച്ചു. എങ്ങനെ മറച്ചു വെച്ചു എന്നൊക്കെ ഗർഭാവസ്ഥ തരണം ചെയ്ത ആളുകൾ പറയും. നമുക്കറിയാം, കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയയുടെ കാര്യം നമ്മൾ കേട്ടിരുന്നുവല്ലോ. ഇപ്പോൾ ആ കുട്ടി എത്ര ദിവസം, 6 മാസത്തോളം ആശുപത്രിയിൽ തന്നെയാണ്. ആശുപത്രി വീട് അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയാണ് സ്ത്രീകൾ സാധാരണ കടന്നു പോകുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഗർഭം മറച്ചു വെച്ച് യൂട്യൂബ് നോക്കി പ്രസവിക്കുന്നത് എന്ന് അന്തിച്ചിരിക്കുകയായിരിക്കും സാധാരണ പ്രസവമൊക്കെ നടത്തുന്ന സ്ത്രീകൾ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അടുത്ത മറ്റൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അനീഷ ഭവിൻ കമിതാക്കൾ, അവർ 2020 ഫേസ്ബുക്ക് വഴി പ്രണയം മൊട്ടിട്ട് 2021 ആദ്യ കുഞ്ഞിന് ജന്മം നൽകി. അതും യൂട്യൂബ് വഴിയാണ് പ്രസവം പഠിച്ചത്, എങ്ങനെ പ്രസവിക്കാമെന്ന്. ഇവർക്ക് എന്തോ ഒരു അസുഖമുണ്ട്. അനീഷ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് എന്തോ ഒരു അസുഖമുണ്ട്, അതായത് അമിതമായി പെട്ടെന്ന് വണ്ണം വയ്ക്കും. ആ ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ട്, അമിതമായി വണ്ണം വയ്ക്കുന്ന ശരീരമായതുകൊണ്ട് ആ ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ട് പ്രസവാവസ്ഥയെ അവർ മറച്ചു പിടിച്ചു. എന്നിട്ട് വയറ് ഉള്ളത് അറിയാതിരിക്കാൻ ശരീരഭാഗത്തൊക്കെ തുണി ചുറ്റി വണ്ണം വെച്ചതാണെന്ന് അറിയിച്ചു. എന്നിട്ട് ലൂസായിട്ടുള്ള കുപ്പായമൊക്കെ ഇട്ട് നടന്നു. എന്നിട്ട് പ്രസവിക്കാൻ സമയമായപ്പോൾ യൂട്യൂബ് നോക്കി പഠിച്ചു, പ്രസവ സമയം ഇതാണ്, ഞാനിതാ പ്രസവിക്കാൻ പോകുന്നു. നേരെ ശുചിമുറിയിൽ കയറുന്നു, പ്രസവിക്കുന്നു. എന്നിട്ട് പൊക്കിൾ കൊടിയൊക്കെ തന്നെ മുറിച്ചു മാറ്റുന്നു. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. ഈ പ്രസവ സമയത്ത്, അല്ലെങ്കിൽ കുഞ്ഞ് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ കാമുകനെയും കൊണ്ട് ഏതെങ്കിലും ആശുപത്രിയിൽ പോയി ഗർഭചിത്രത്തിന് ശ്രമിക്കാവുന്നതാണ്. ഏതെങ്കിലും ക്ലിനിക്കിൽ പോയാൽ മതി. സർക്കാർ നിയമവിധേയമായി തന്നെ ഉള്ള ക്ലിനിക്കുകളുണ്ട്. അതിനിവർ വിവാഹിതരല്ല എന്നൊരു ഇതുണ്ട്, നിയമം ക്ലോസ് ഉണ്ട്. ഇവർ വിവാഹിതരല്ല, കമിതാക്കൾ മാത്രമാണ്, ലിവിൻ ടുഗദറുമല്ല, കമിതാക്കളാണ്. അപ്പോൾ വീട്ടുകാരെ അറിയിക്കാമായിരുന്നു. അല്ലെങ്കിൽ പ്രസവിച്ചിട്ട് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇവർ ബക്കറ്റിനകത്തും പ്ലാസ്റ്റിക് കവറിനകത്തുമൊക്കെ ഒളിപ്പിച്ചാണല്ലോ കടത്തിയത്. അതുപോലെ എങ്ങനെയെങ്കിലും പഴന്തുണിയിൽ പൊതിഞ്ഞെങ്കിലും ഏതെങ്കിലും അമ്മത്തൊട്ടിൽ കൊണ്ട് ഇട്ടിരുന്നുവെങ്കിൽ കുഞ്ഞ് ജീവിച്ചു പോയേനെ. ഞാൻ പറഞ്ഞു വരുന്നത്, യൂട്യൂബ് നോക്കിയുള്ള പ്രസവങ്ങൾ കൂടുകയാണ്. അങ്ങനെ അനീഷ 2001 പ്രസവിച്ചു, പിന്നെ 2024 പ്രസവിച്ചു. എന്നിട്ട് 2024 പ്രസവിച്ച കുട്ടിയെ പ്രസവിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ 2 വീലറിൽ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവരുടെ 2 വീലറിൽ ആ കുഞ്ഞ് ശരീരവും മൃതദേഹവും കൊണ്ട് ഇവർ ഈ കാമുകൻ്റെ വീടിൻ്റെ എത്തുന്നു. കാമുകൻ്റെ വീടിൻ്റെ പറമ്പിലാണ് 2ാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ടത്. 1ാമത്തെ കുഞ്ഞിനെ അവരുടെ സ്വന്തം വീടിൻ്റെ പറമ്പിൽ കുഴിച്ചിട്ടു.
ഇത് സ്വന്തം വീടിൻ്റെ പറമ്പിൽ കുഴിച്ചിടാൻ കുഴിയെടുക്കുന്നത് അയൽവക്കത്തെ ഒരു സ്ത്രീ കണ്ടു. അത് ആണ് നിർണായകമായ സാക്ഷിമൊഴിയായി മാറിയിട്ടുണ്ട്. കേസിൻ്റെ മെറിറ്റിനെക്കുറിച്ചോ കേസന്വേഷണത്തെക്കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്. യൂട്യൂബ് നോക്കി പ്രസവം പഠിച്ച് പ്രസവിക്കുന്ന ആളുകൾ ഇവിടെ ധാരാളമായി വരുന്നു. അങ്ങനെ ഇവർ പ്രസവം പഠിക്കുന്നതിനും പ്രസവിക്കുന്നതിനും തെറ്റില്ല. പക്ഷേ പ്രസവിച്ച ശേഷം കുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമില്ല. പ്രസവിച്ചോ എന്ന് അവിഹിതത്തിലോ ഹിതത്തിലോ അതായത് വിവാഹബന്ധത്തിൽ പ്രസവിക്കുന്നതാകാം, ഏത് തരത്തിലോ ആകട്ടെ, ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ജീവനോടെ ഏതെങ്കിലും അമ്മത്തൊട്ടിലിൽ എത്തിക്കാനുള്ള സന്മനസ് ഇവർ കാണിക്കണം. യൂട്യൂബ് നോക്കിയോ ഇനി വേറെ എന്തെങ്കിലും നോക്കി പ്രസവം പഠിച്ചാലും അതിനൊന്നും ആർക്കും വിലക്കില്ലല്ലോ. എന്തും നോക്കി എന്തും പഠിക്കാം. പക്ഷേ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനോട് ഒരു വിട്ടുവീഴ്ചയും സംസ്ഥാന സർക്കാരും നിയമവ്യവസ്ഥയും ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യൂട്യൂബ് നോക്കിയുള്ള പ്രസവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ശാസ്ത്ര സത്യങ്ങളെയും ശാസ്ത്ര കണ്ടെത്തലുകളെയും തിരസ്കരിച്ചുകൊണ്ടുള്ള ഇമാതിരിയുള്ള ഏർപ്പാട് കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? അന്ധകാര യുഗത്തിലേക്കാണോ അതോ പുരോഗതിയുടെ പ്രതീക്ഷയിലേക്കാണോ എന്ന് പ്രേക്ഷകരും കൂടി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും.